ഗൈസ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ പോണത് എറണാകുളത്തേക്കാണ്. എൻ്റെ ഗസ്റ്റ് അവിടെയുണ്ട്, സൗദി ഗസ്റ്റ്. ഞാൻ ഇപ്പം ഇന്നലെ വൈകിട്ട് ബസ് കയറി എറണാകുളത്ത് മൂവാറ്റു എന്നാളി എൻ്റെ കാർ എടുത്തുകൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ അടിപാടാണ്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു വാഹനമായിട്ട് ഞാൻ അളിയൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ വണ്ടി കൊടുത്തിട്ട് പുള്ളി എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് മാറ്റി ചെയ്ത് ബസ് കയറി ഞാൻ ബസ്സിൽ എറണാകുളം ബസ്സിന് പോകുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളോട്ട് ഞാൻ ഷെയർ ചെയ്തിരിക്കും. സൗദി ഗസ്റ്റ് ആണ്, ഒരാൾ മാത്രമേ ഉള്ളൂ. അവൻ ട്രീറ്റ്മെൻറ്റിന് വന്നതാണ്. ആദ്യം ചെക്കിങ് ആണ്, അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഫാമിലിക്കാണ് ട്രീറ്റ്മെൻറ്റ്. കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളിലോട്ട് എത്തും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാക്സി ഡ്രൈവർ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ്, അതാണ് കൂടുതൽ ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് സുബൈർ എറണാകുളം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട്. അപ്പം നമ്മൾ പോകുന്ന മൂവാറ്റുപുഴയ്ക്കാണ്. ഇത് അടിവാട് വാരപ്പെട്ടി പുതുപ്പാടി വഴി മൂവാറ്റുപുഴയ്ക്കാണ് പോകുന്നത്. അമ്മ സിറ ഈ വഴിക്കാണ് പോകുന്നത്. നമ്മുടെ എറണാകുളം ജില്ലയിലെ ഒരു കിഴക്കേ ഭാഗമാണ് നമ്മുടെ കോതമംഗലം. പക്ഷെ ഫുള്ള് നമ്മൾ എറണാകുളത്താണുള്ളത്. ഐ ലവ് എറണാകുളം. ഗൈസ്, ഞാനിപ്പോൾ ഓടിക്കുന്നത് നിസാന്റെ ഒരു ചെറിയ വണ്ടിയാണ്. നല്ല സുഖമായിട്ട് ഓടിക്കാൻ, ചെറിയ വണ്ടി, ചെറിയ ഫാമിലിക്ക്, രണ്ടുപേരും പിള്ളേരൊക്കെ ആയിട്ട് ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. നല്ല സുഖം ഓടി, കാലോടത്തെ പറക്കും. പക്ഷെ ഒരുപാട് നമുക്ക് കാലോടത്ത് പോകാൻ പറ്റില്ല, കാരണം അതിനുള്ള സേഫ്റ്റി വണ്ടിക്ക് ഉള്ളൂ, അതിനുള്ള വിലയുള്ളൂ. ദേവസേനമേൽ കൈവെപ്പതും ബാഹുബലി വാളിന്മേതേ കൈവെപ്പതും. വൈഫ് ഹൗസിലെത്താറായിട്ടാ. ഇനി പുള്ളി എന്നെ ഇവിടെ ബസ് സ്റ്റോപ്പിൽ ചാടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ട് ഞാൻ എറണാകുളം പോകണയാണ്. അമ്മ പോണയാണ് മച്ചാനെ. ഗൈസ്, അങ്ങനെ ബസ്സിൽ കയറി KSRTC ബസ്സിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കണേ. രാവിലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ പോയപ്പോൾ ഒരേ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ തൃപ്പൂണിത്തുറെത്തി, മെട്രോ പില്ലറൊക്കെ കണ്ടു തുടങ്ങി. പിന്നെ നമ്മൾ വൈറ്റിലയിലായിട്ട് ഇറങ്ങിയത്. വൈറ്റിലിറങ്ങി ചായ കുടിച്ചിട്ട് അവിടെ ഇരുന്നു കുറച്ച് നേരം. ഇത് വൈറ്റില ഹബിൻ്റെ അടുത്തുള്ള ഒരു ചായക്കടയിൽ ചായ കുടിക്കുമ്പോൾ ഉള്ള സംഭവമാണ്. അത് NH66 കാണാൻ പറ്റും, ബൈപ്പാസ്. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ നടന്നു. വണ്ടി ഇട്ടാണ് ആ വൈറ്റില ഹബിൽ പാർക്കിങ്ങിലാട്ടോ. 1.5 കിലോമീറ്റർ നടക്കാനുണ്ട് ഹബിലോട്ട്. അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ ചായ കുടിച്ചിട്ട് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് നടക്കുകയാണ്. നല്ല ചൂടുണ്ട് രാവിലെ തന്നെ. അങ്ങനെ ഞാൻ വൈറ്റില ഹബിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറേ വണ്ടികളൊക്കെ വന്നു കേട്ടോ. കുറേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ഹബിലെത്താറായിട്ടോ. പിന്നെ ആദ്യം കണ്ട കാഴ്ച മെട്രോ സ്റ്റേഷനാണ്. ഇത് ഹബ്ബ് സ്റ്റേഷനാണ് കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ, ആധുനിക രീതിയിലാണ് പണി കഴിപ്പിച്ചതാണ്. ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളാട്ടോ ഇതൊക്കെ. പക്ഷെ ഞാൻ ക്യാമറ പിടിച്ചത് ഞാൻ മാറിപ്പോയി. അതാണ് ഇങ്ങനത്തെ ഇത് വന്നേക്കുന്നത്. വാവ്, വെരി നൈസ്. വൈറ്റില, ഇത് വൈറ്റില ഹബിൻ്റെ അവിടെയുള്ളൊരു കായലാട്ടോ. അവിടെ JCBക്ക് പായലൊക്കെ മാറ്റുന്നുണ്ട്. ദൂരെ നമുക്ക് നല്ല അടിപൊളി ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റും. ഹബിലെത്തി ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തേക്കണ കാണാം. ഒരുപാട് ബസ്സുകൾ, പ്രൈവറ്റ് സ്റ്റാൻഡാണ്, വൈറ്റില ഹബ്ബാണ്. KSRTC വന്ന് പാർക്ക് ചെയ്യും. ദീർഘദൂര യാത്രയ്ക്കുള്ള എല്ലാ വണ്ടികളും ഇവിടെ വരാണ്ട് പോകത്തില്ല. അങ്ങനെ നമ്മൾ ഹബിൽ നടന്ന് കിടന്ന അവസാനം വണ്ടിയുടെ അടുത്തെത്തി. വണ്ടി എടുത്തു. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഗസ്റ്റ് സ്റ്റേ ചെയ്യണ ഹോട്ടൽ റാഡിസൺ ബ്ലൂ. അപ്പോൾ ഇവിടെ എത്താറായപ്പോൾ ചെറിയ ബ്ലോക്ക് കിട്ടി. അവിടെ കിടന്നു കുറച്ചായിട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് യൂട്ടനടിച്ചിട്ട് ഇങ്ങോട്ട് കിടക്കണം. അങ്ങനെ ഹോട്ടലിലെത്തി. ഹോട്ടലിൻ്റെ പാർക്കിങ്ങിൽ പോയി റെസ്റ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഗസ്റ്റ് വിളിക്കുമായിരിക്കും. എന്നിട്ട് നമുക്ക് റിസപ്ഷനിൽ പോയിട്ട് അങ്ങനെ പോയി പിക്കപ്പ് പോയിന്റിൽ പോയിട്ട് പിക്ക് ചെയ്യാം. രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. വെരി നൈസ്, വെരി നൈസ്. അപ്പോൾ ഇന്ന് അവനെടുത്തിട്ട് കൊച്ചി ഫുള്ള് സൈറ്റ് സീയിങ് കൊടുക്കുക. അതാണ് മെയിനായിട്ടുള്ള സംഭവം. അപ്പോൾ ഓക്കെ ഗൈസ്, സപ്പോർട്ട്. ചങ്ങായിമാരെ, അങ്ങനെ നമ്മൾ റാഡിസൺ ബ്ലൂ ഹോട്ടലിലെത്തി കൊച്ചിയിൽ. ഇവിടെയാണ് എൻ്റെ ഗസ്റ്റ് ഇന്നലെ കിടന്നുറങ്ങിയത്. ഇന്നും ഇവിടെ തന്നെയാണ്. അപ്പം ഞാനിന്ന് പോയിട്ട് തിരിച്ചു വരുന്ന കുറച്ച് സംഭവങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തേക്ക്. വരുന്ന വഴി കാര്യങ്ങളും പിന്നെ
പിന്നെ കൊച്ചിയിലെ ഫുള്ള് നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊന്നും എടുക്കണില്ല. തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അതിനുള്ളൊരു സൗകര്യം കിട്ടില്ല. ഞാൻ വൈറ്റിലെ ഹബ്ബിൽ ഇറങ്ങിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് വന്ന് നല്ല ബ്ലോക്ക് കിട്ടി. 3/4 മണിക്കൂർ ബ്ലോക്ക് കിട്ടി. ഇവിടെ റാഡിസൺ ബ്ലൂ നമ്മുടെ വൈറ്റിലേന്ന് കടവന്തറ വരുന്ന വഴിക്കാണ്. നല്ല ബ്ലോക്ക് കിട്ടി. അപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ജസ്റ്റ് ഒന്ന് എടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കൂടുതൽ വീഡിയോയ്ക്ക് ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിർത്തുന്നു.